യെസ്, മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ചാൻസലർക്ക് തിരിച്ചടി. KTU സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനം സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ചാൻസലർ നൽകിയ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാർ പാനലിൽ നിന്ന് നിയമനം നടത്തണമെന്നായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ നേരത്തെ വിധി. സിംഗിൾ ബെഞ്ച് വിധിയിൽ ഇടപെടുന്നില്ല എന്നാണ് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്. KTU ഡിജിറ്റലും സർവകലാശാലയിലെ VC നിയമനത്തിലാണ് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ചാൻസലർക്ക് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത. സർക്കാർ പാനലിൽ നിന്ന് നിയമനം നടത്തണമെന്നായിരുന്നു നേരത്തെ സിംഗിൾ ബെഞ്ച് വിധിച്ചിരുന്നത്. അതിന് ശേഷമാണ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരുന്നത്. ആ ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ചിന്റെ വിധിയിൽ ഇടപെടുന്നില്ല എന്ന് പറയുകയാണ്. അഹമ്മദ് മുസ്തഫ ചേരുന്നു. മുസ്തഫ, കൂടുതൽ വിവരങ്ങൾ. KTU ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനത്തിലാണ് ചാൻസലർക്ക് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. സർക്കാർ പാനലിൽ നിന്ന് തന്നെ നിയമനം നടത്തണം എന്നായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ വിധി. അതുപോലെ തന്നെ നടത്തണം എന്നാണ് ഇപ്പോൾ കോടതി ഡിവിഷൻ ബെഞ്ചും സൂചിപ്പിച്ചിരിക്കുന്നത്. സിംഗിൾ ബെഞ്ച് പറഞ്ഞതിൽ ഇടപെടാനില്ല, ആ വിധിയിലേക്ക് ഇടപെടൽ നടത്തില്ലെന്ന് ഡിവിഷൻ ബെഞ്ച് കൂടി പറയുമ്പോൾ സർക്കാരിന്റെ പാനലിൽ നിന്ന് നിയമനം നടത്തണം എന്നത് VCക്ക് വലിയ തിരിച്ചടിയാകുകയാണ്. മുസ്തഫ ചേരുന്നു. മുസ്തഫ, കൂടുതൽ വിവരം. നേരത്തെ തന്നെ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക VCമാരുടെ നിയമനം സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയിരുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ഒരു അപ്പീൽ നൽകിയിരിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസുമാരായ അനിൽ K നരേന്ദ്രൻ, PV ബാലകൃഷ്ണൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വിധി പറഞ്ഞിരിക്കുന്നു. ആ വിഷയത്തിൽ സിംഗിൾ ബെഞ്ച് വിധിയിൽ ഇടപെടുന്നില്ല. അത് പ്രത്യേകിച്ച് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ സിംഗിൾ ബെഞ്ച് എന്താണോ പറഞ്ഞത് അതിനകത്ത് അപ്പീൽ നൽകാനുള്ള ഏതെങ്കിലും ഒരു സാഹചര്യം ഉള്ളതായി ഡിവിഷൻ ബെഞ്ചിനും തോന്നുന്നില്ല. അതുകൊണ്ട് ആ സിംഗിൾ ബെഞ്ച് വിധിയിൽ ഇടപെടുന്നില്ല. അതുകൊണ്ട് ആ ഹർജി അപ്പീൽ തള്ളുകയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അല്പസമയം കഴിഞ്ഞാൽ ഇതിന്റെ ഓർഡർ കൂടി നമുക്ക് ലഭ്യമാകും. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ 6 മാസത്തിൽ കൂടരുത് താൽക്കാലിക VC നിയമനം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഓർഡർ കൂടി കിട്ടി കഴിഞ്ഞാൽ അതിൽ വളരെ വിശദമായ ചില വിമർശനങ്ങളുണ്ട്. കാര്യം സർവകലാശാലയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുന്നതിന് വേണ്ടി സർക്കാരും VCയും സുപ്രധാനമായ ഇങ്ങനെ വൈകിക്കൂടാതിരിക്കുന്ന ചില തീരുമാനങ്ങൾ വളരെ അടിയന്തരമായി തന്നെ, പ്രത്യേകിച്ച് ഒരു നാഥനില്ലാ കളരി പോലെ പല സർവകലാശാലകളിലും സമീപകാലത്തുള്ള ഇത്തരം വിഷയങ്ങൾ ആ വിഷയങ്ങൾ കൂടി നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഡിവിഷൻ ബെഞ്ച് വിധിക്ക് വളരെ വലിയ മാനങ്ങളുണ്ട്, അർത്ഥതലങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ വിധിയുടെ ഓർഡർ കൂടി ലഭിച്ചാൽ കുറെ കൂടി കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും എന്നൊരു കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല ഇതിൽ UGC ചില പരിഷ്കാരങ്ങൾ വരുത്തിയിരുന്നല്ലോ. വിധി ഗവർണർ പാലിക്കണമെന്നും മുസ്തഫ, കേൾക്കാമോ? UGC ചില പരിഷ്കാരങ്ങൾ അതിൽ വരുത്തിയിരുന്നു നേരത്തെ. അതായത് VC നിയമനത്തിനുള്ള ഈ സെർച്ച് കമ്മിറ്റിയെ നിയമിക്കുന്നത് അത് ചാൻസലർ ആയിരിക്കും എന്നൊക്കെയുള്ള ഒരു പരിഷ്കാരം അത് വരുത്തിയിരുന്നു. 18-ലാണ് UGC വിജ്ഞാപനത്തിൽ VC അധികാരം ആർക്കാണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നില്ല. അപ്പോൾ അത് തർക്കത്തിലേക്ക് കൊണ്ടുപോയതാണ്. ഇത് കോടതി വരെ എത്തിയാൽ ഉണ്ടായ ആ സാഹചര്യമൊന്നും നമുക്കറിയാം. അപ്പം ആ വിജ്ഞാപനത്തിലും മാറ്റം വരും എന്നാണോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? വിജ്ഞാപനത്തിനകത്ത് മാറ്റം വരുമോ ഇല്ലയോ എന്നുള്ളതിനപ്പുറത്തേക്ക് നേരത്തെ തന്നെ സിംഗിൾ ബെഞ്ച് ഈ വിജ്ഞാപനത്തിന് മുമ്പാണ് സിംഗിൾ ബെഞ്ച് വിധിയുള്ളത്. അതിൽ വളരെ വിശദമായി തന്നെ ഈ വിഷയങ്ങൾ പ്രതിപാദിച്ചിരുന്നു. പ്രത്യേകിച്ച് അന്ന് ഈ മെയ് മാസം 28-നാണ് 2 സർവകലാശാലകളിലെയും KTUവിന്റെയും അതോടൊപ്പം തന്നെ ഡിജിറ്റൽ സർവകലാശാലയിലെയും താൽക്കാലിക VCമാരുടെ കാലാവധി കഴിയുന്നത്. അതിനെതിരെയാണ് പിന്നീട് അപ്പീൽ നൽകിയത്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്ന് ആ താൽക്കാലിക VCമാരുടെ കാലാവധി കഴിയുകയാണെങ്കിൽ പോലും അപ്പീലിൽ അന്തിമ തീരുമാനം എടുക്കുന്നത് വരെ ഇരുവർക്കും തൽസ്ഥാനത്ത് തുടരാൻ ഏതെങ്കിലും തരത്തിൽ കുഴപ്പമില്ല, അങ്ങനെ തുടരാമെന്ന ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു അനുമതി ഉണ്ടായിരുന്നു. പക്ഷേ നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് കർശനമായ വിലക്കുണ്ടായിരുന്നു. മാത്രമല്ല ഈ ഏതെങ്കിലും തരത്തിൽ യൂണിവേഴ്സിറ്റിയുടെ ദൈനംദിന വിഷയങ്ങളിൽ ഒരു പോളിസി മാറ്റർ എന്നുള്ള നിലയ്ക്ക് അതിനകത്ത് ഇടപെടുന്നതിന് വിലക്കുണ്ടായിരുന്നു. സ്വാഭാവികമായും ശിവപ്രസാദിന്റെയും അതോടൊപ്പം തന്നെ സിദ്ധാർത്ഥ തോമസിന്റെയും നിയമനത്തെ ചോദ്യം ചെയ്തുള്ള സിംഗിൾ ബെഞ്ചിന് മുന്നിലുള്ള സർക്കാരിന്റെ ഹർജി, ആ ഹർജിയിൽ അന്ന് സർക്കാരിന് അനുകൂലമായി അല്ലെങ്കിൽ അന്ന് ചാൻസലർക്ക് വിരുദ്ധമായി സ്വാഭാവികമായും ചാൻസലർക്ക് എതിരായിക്കൊണ്ടുള്ള ഒരു വിധിയായിരുന്നു ഉണ്ടായിരുന്നത്. ആ വിധിയിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് അതുകൂടി പരിഗണിച്ചു വേണം ചാൻസലർ കൂടിയായ ഗവർണർ ഒരു VC തെരഞ്ഞെടുപ്പ് നടത്താൻ എന്നുള്ളതായിരുന്നു.
അതിലിപ്പോ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ UGC ചട്ടം ഭേദഗതി ഉൾപ്പെടെയുള്ള പല വിഷയങ്ങൾ ഗവർണർ ഈ വിഷയത്തിൽ വളരെ ടെക്നിക്കൽ ആയിട്ടുള്ള കുറെ അധികം കാര്യങ്ങൾ ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ വെച്ചു. അപ്പൊ നമുക്കറിയാം, ഒരുപക്ഷെ കഴിഞ്ഞ ആഴ്ചയും 4:30 മണിക്ക് ഇത് വിധി പറയാൻ വെച്ചതാണ്. പക്ഷെ അപ്പോഴും കോടതി പറഞ്ഞത് ഡിക്റ്റേഷൻ പൂർത്തിയായിട്ടില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. സ്വാഭാവികമായും അത്ര വലിയ ഒരു വിധിന്യായമാണ്. അല്പസമയത്തിനകം തന്നെ ഇത് ഓർഡർ അപ്ലോഡ് ചെയ്യുമെന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇന്നിപ്പോൾ 4:30 മണിക്ക് വിധി പറയുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറെ അധികം കഴിഞ്ഞ് ഈ വിഷയത്തിൽ ഏറെക്കുറെ അതിന്റെ സംഗ്രഹ ഭാഗം പൂർണ്ണമായി പറഞ്ഞിരിക്കുന്നു. അതിൽ അവസാനമായി കോടതി പറയുന്ന ഒരു കാര്യം, സർവകലാശാലകളുടെ ദൈനംദിന പ്രവർത്തനത്തെ ബാധിക്കാത്ത രൂപത്തിൽ VC ആയാലും സർക്കാർ ആയാലും ആ വിഷയത്തിൽ ഒരു VC നിയമനത്തിൽ അകാരണമായ വൈകലുണ്ടാകാതെ തന്നെ അടിയന്തരമായി തന്നെ ഒരു തീരുമാനം എടുക്കണം. നേരത്തെ തന്നെ സിംഗിൾ ബെഞ്ചും ആ കാര്യത്തിന് സമാനമായ രൂപത്തിൽ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ ഈ വിഷയത്തിലും ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിൽ ഇടപെടേണ്ടതല്ല എന്നാണ് തോന്നുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ മുസ്തഫയിലേക്ക് വരാം. CPM നേതാവ് K അനിൽകുമാർ ചേരുന്നുണ്ട്. ശ്രീ അനിൽകുമാർ, സിംഗിൾ ബെഞ്ചിന്റെ വിധി ഡിവിഷൻ ബെഞ്ച് ശരിവെക്കുകയാണ്. ഗവർണർക്ക് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ ഗവർണർ നൽകിയ അപ്പീലിൽ തന്നെ ഗവർണർക്ക് തിരിച്ചടി ഏൽക്കുന്നത് അത്ര വലിയ ആഘാതമാണ് ഗവർണർക്കുണ്ടാക്കുന്നത്.